കേരളം ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏറ്റവും അവസാനം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കണക്കുകൾ കേരളീയ സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നതാണ്. ശബരിമല സ്വർണം കട്ട കള്ളന്മാരിൽ പലരും ഇന്ന് ജയിലഴിക്കുള്ളിൽ കഴിയുകയാണ്. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ചിലർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ CPM-ന്റെ മുൻ MLA-യും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുന്ന സാഹചര്യം. ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സമാന്തരമായി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ED പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടെ നിരവധി തവണ ചോദ്യം ചെയ്തു. നടൻ ജയറാം ഉൾപ്പെടെയുള്ളവർ ED-യുടെ റഡാറിലുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വൻ തുകയുടെ ക്രമക്കേട് നടന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായി പരിശോധിക്കാം. ശബരിമല CPM-ന്റെ കറവ് പശുവോ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ശബരിമലയിലെ സ്വർണത്തിന് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും പിന്നീട് നടന്ന കാട്ടുകൊള്ളയ്ക്കുമെതിരെ കണ്ണടച്ചോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ നിരവധിയായി വിഷയങ്ങളിൽ CPM പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനെ കുറിച്ച് നിരവധിയായ വാർത്തകൾ അവിടെ കട്ടിൽ വാങ്ങിയതുമായി ബന്ധപ്പെട്ടും പന്തലൊരുക്കിയതുമായി ബന്ധപ്പെട്ട ഡീസൽ ഭജനയുടെ പേരിൽ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. ശബരിമല CPM-ന് ഒരു കറവ പശു തന്നെയല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും ശബരിമല CPM-ന്റെ കറവപ്പശു തന്നെയാണ് എന്നാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി നവോത്ഥാനം എന്ന് പറഞ്ഞ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ പാർട്ടിയാണ് CPM. ഏത് വിധത്തിലും കോടതി വിധി നടപ്പിലാക്കും എന്ന രീതിയിൽ വിശ്വാസി സമൂഹത്തെയും കേരളത്തിലെ ഭൂരിപക്ഷം മനുഷ്യരെയും പറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത രീതിയിൽ ഏതോ ഒരു വാശിയുടെ പേരിൽ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രേരിതമായ ശക്തിയുടെ പേരിൽ അന്ന് CPM സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നു. അതിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ കേരളത്തിലെ ഒട്ടും മിക്ക ജനങ്ങളും, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിശ്വസിച്ചത് ശബരിമല പോലൊരു സ്ഥലത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താൻ, അല്ലെങ്കിൽ വിശ്വാസികളെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസികളുടെ വോട്ട് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും ആ സമയത്ത് SNDP-യും NSS ഒക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അപ്പൊ എല്ലാവരും അതൊരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ചെയ്തത് എന്നായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ SIT വീണ്ടും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിഷയം വരുമ്പോൾ ശബരിമലയിൽ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ശബരിമലയിൽ നിന്ന് എത്രത്തോളം പണം പറ്റിക്കാമോ, അല്ലെങ്കിൽ ശബരിമലയിൽ അയ്യന്റെ സ്വർണം വിറ്റിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം മോഷ്ടിച്ചാണെങ്കിലും CPM-ന്റെ കീശ വീർപ്പിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഈ രണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി, രണ്ട് ടൈം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ സമയത്താണ് ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള നടക്കുന്നത്. ആ ദേവസ്വം വകുപ്പ് മന്ത്രി അത് അറിഞ്ഞില്ലേ? അതോ മൗനമായി ദേവസ്വം വകുപ്പ് മന്ത്രി ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തോന്നൊരു ചോദ്യമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ അതിന് ഈ പറയുന്ന കള്ളത്തരങ്ങൾക്കെല്ലാം നിന്നൊരു ചോദ്യമുണ്ട്. CPM ശബരിമല വിഷയത്തിൽ ഓരോ തവണയും എടുക്കുന്ന നിലപാട് CPM-ന് തന്നെ തിരിച്ചടിയാകുകയാണ്. എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും CPM-ന് ശബരിമല വിഷയത്തിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട്, ഇനിയും കള്ളത്തരങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ താത്വികമായ അവലോകനം ഒക്കെ നടത്തി കേരളത്തിലെ പൊതുജനത്തെ ഇനി പറ്റിക്കാനാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തിലെ ജനങ്ങൾ CPM തെറ്റുകാരാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പത്മകുമാറിനെ തള്ളിപ്പറയാൻ കഴിയാത്ത പാർട്ടി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് വിശ്വാസികൾക്ക് ശബരിമലയുടെ വികസനം എന്ന് പറഞ്ഞ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും വൻ തട്ടിപ്പ് നടന്നിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം വകുപ്പിന് PS പ്രശാന്ത് അടക്കമുള്ളവർ, കാര്യം അന്ന് ദേവസ്വം വകുപ്പിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ എന്തുകൊണ്ട് കള്ളത്തരം നടന്നില്ലെങ്കിൽ കണക്കുകൾ അടക്കം പറയണം. കാര്യം ആദ്യം ഹൈക്കോടതി പറഞ്ഞല്ലോ, 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെ എടുക്കാൻ പാടില്ല. അന്ന് സ്പോൺസർഷിപ്പ് ആണെന്ന് പറയുകയും പിന്നീട് കോടികളുടെ ബാധ്യത ഉണ്ടായി എന്ന് ഹൈക്കോടതി വിലയിരുത്തുമ്പോൾ
സ്പോൺസർമാരുടെ പൈസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വരുമ്പോൾ ടാലിയാകുമെന്ന് ആദ്യം PS പ്രശാന്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നടക്കാത്ത ഭജനയ്ക്ക് ഉൾപ്പെടെ എടുത്ത മാറ്റിയ തുകയുടെ കാര്യത്തിലും ഇത്തരം വിശദീകരണങ്ങൾ, വാക്കാൽ പറയുന്ന വിശദീകരണങ്ങളല്ല, രേഖകൾ കൊടുത്താൽ മാത്രമേ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അതൊക്കെ വില പോകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ, ഇനി എന്തൊക്കെ ചെയ്താലും ശബരിമല വിഷയത്തിൽ CPM തീർന്നു, ഇല്ലാണ്ടായി. ഇനി എന്ത് പറഞ്ഞിട്ടാണ് അവർ ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ ഇവർ പറയുന്നതല്ലേ ഇനി വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് CPM-നെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ CPM വലിയ തരത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യത CPM-നുണ്ട്. അപ്പോൾ CPM പറയുന്നത് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത കളവാണ്, കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അത് കോടതിയിൽ അവർ തെളിയിക്കട്ടെ. ഞാൻ പറയുന്നതാണ്, അങ്ങനെ ഈ പുറത്തു വരുന്നതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അവരതെല്ലാം ഹൈക്കോടതിയിൽ തെളിയിക്കട്ടെ. തീർച്ചയായും കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത് വീരപ്പൻ ഇവരെ കണ്ടാൽ നമസ്കരിക്കും, കച്ചേരി എന്താണ്, ഗാനമേള എന്താ എന്ന മന്ത്രിക്ക്, ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്നാണ് കെ മുരളീധരൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമെല്ലാമായിരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞത് അയ്യപ്പ ഭക്തരോടുള്ള ക്രൂരതയാണ് അയ്യപ്പ സംഗമത്തിലെ വെട്ടിപ്പ് എന്നാണ്. വൻ കൊള്ള ആഗോള അയ്യപ്പ സംഗമം വൻ കൊള്ളയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമം സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും CPM-നെ വലിയ പ്രതിരോധത്തിൽ ആക്കുന്ന കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്ക് അറിയാൻ കേരളത്തിലെ ഭക്തർക്ക്, കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തർക്ക് അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അത് കൃത്യമായ ഒരു കണക്ക് ഓഡിറ്റിംഗ് നടത്തി കൃത്യമായ കണക്ക് അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇപ്പോൾ വന്ന കണക്ക് കളവാണെങ്കിൽ, കേരളീയ സമൂഹം അത് വിശ്വസിക്കുന്നു കളവാണെങ്കിൽ, കൃത്യമായ കണക്ക് ഓഡിറ്റിംഗ് നടത്തി പുറത്തുവിടാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തയ്യാറാകണം. ശബരിമലയുടെ പേര് പറഞ്ഞ സ്വർണം കട്ട്, ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ആഗോള അയ്യപ്പ സംഘം നടത്തി അതിൽ നിന്നും പണം തട്ടി കേരളത്തിലെ ജനങ്ങളെ, ഭക്തജനങ്ങളെ വെല്ലുവിളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിനുള്ള മറുപടി ബാലറ്റിലൂടെ കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് പറഞ്ഞിട്ടായിരിക്കും ഇനി CPM നിന്നും തടിയൂരാൻ പോകുന്നത്? പത്മകുമാറിനെ പോലും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികൾക്കും അയ്യപ്പന്റെ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിനാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാര്യങ്ങളൊന്നും ഇനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വില പോകില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരിക്കും വിശ്വാസികളോട് ഇനി ഇവർക്ക് പറയാനുള്ളത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ CPM വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. നേരത്തെ സ്വർണം കട്ടവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, സ്വർണം കളവ് ചെയ്ത ആളുകളൊക്കെ ജയിലിനുള്ളിലാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായ CPM ഇനി എന്തു പറഞ്ഞാണ് ഇതിനെ നേരിടുക എന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കണ്ടറിയാം. കാരണം കള്ളപ്രചരണം നടത്തി തന്നെ അവർ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങൾ അതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. തനി ആവർത്തനമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത്.